പുതിയ KPCC അധ്യക്ഷൻ ഉടൻ കെ സുധാകരന് പകരം ആന്റോ ആന്റണി, സണ്ണി ജോസഫ് എന്നിവർക്കാണ് സാധ്യത. കെ സുധാകരനെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. കെ സുധാകരൻ ദേശീയ നേതൃത്വത്തിലേക്ക് പോകുമെന്നാണ് സൂചന. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ കെ സുധാകരൻ പങ്കെടുക്കുന്നില്ല. റോഷിപാലും നോബിൾ മാരിക്കാരനും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, കെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനമെടുത്ത ശേഷമാണോ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്? സുജയ പാർവതി, നേരത്തെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാന കോൺഗ്രസിൽ ഒരു അടിമുടി ഉടച്ചുവാർക്കൽ ലക്ഷ്യമിട്ടതാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിലും KPCC അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റുന്നതിന് സുധാകരനെ അനുകൂലിക്കുന്നവർ കടുത്ത എതിർപ്പുയർത്തി. സുധാകരനെ തന്നെ അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് സാധിച്ചില്ല. ഒടുവിൽ പലവട്ടം ചർച്ച നടത്തിയാണ് ഒടുവിൽ ഇങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഹൈക്കമാൻഡ് നീക്കം നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി വിഷയത്തിൽ ഇടപെടുകയും സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന നിർദ്ദേശം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകുകയും ചെയ്തത്. അങ്ങനെ കെ സുധാകരനോട് അടിയന്തരമായി ദില്ലിക്കെത്താൻ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെടുകയും ഇന്ന് UDFന്റെ പ്രധാന യോഗത്തിൽ പങ്കെടുക്കാതെയാണ് സുധാകരൻ ദില്ലിക്ക് തിരിച്ചത്. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങളാണ്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ സുധാകരനെ മാറ്റും എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, പകരക്കാരൻ ആരാകുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ ലഭിക്കുന്ന ഉത്തരം ആന്റോ ആന്റണി അല്ലെങ്കിൽ സണ്ണി ജോസഫ്. അതിൽ തന്നെ ആന്റോ ആന്റണിക്കാണ് പ്രഥമ പരിഗണന. കെ സുധാകരനാണ് സണ്ണി ജോസഫിനെ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ സുധാകരനെ മാറ്റുമ്പോൾ പകരം AICC പ്രവർത്തക സമിതിയിൽ, കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായി നിയമിക്കാനുള്ള ആലോചനയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതായാലും KPCC അധ്യക്ഷ സ്ഥാനം കെ സുധാകരനെ മാറ്റുമ്പോൾ സ്വാഭാവികമായും KPCCക്ക് പുതിയ നേതൃത്വം വരും. DCC നേതൃത്വത്തിലടക്കം സമഗ്രമായ ഒരു അഴിച്ചുപണിയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതും സംസ്ഥാനത്ത് AICC സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളുടെ അഭിപ്രായം തേടിയതിനു ശേഷം നടത്തിയ ഒരു പഠന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നേതൃമാറ്റം. കാരണം പാർട്ടി ദുർബലമാണ്. പാർട്ടി അധ്യക്ഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇന്ദിരാഭവനിൽ കൃത്യമായി എത്തിച്ചേരുന്നില്ല. നേതാക്കളുമായി കൃത്യമായ ആശയവിനിമയം നടക്കുന്നില്ല. അത് പാർട്ടിയുടെ നിരന്തരമുള്ള പ്രവർത്തനത്തിന് തടസ്സമാകുന്നു. സുധാകരനെതിരെയുണ്ട്. പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായി സുധാകരൻ എത്തുമോ എന്നതാണ് അറിയേണ്ടത്. നോബിൾ മാരിക്കാരൻ, ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ കെ സുധാകരൻ എത്തിയിട്ടുണ്ടോ? എന്താണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? കെ സുധാകരൻ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സുധാകരൻ ദില്ലിക്ക് വിളിപ്പിക്കുക മാത്രമല്ല, ഇന്ന് കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗം കൂടി ചേരുന്നുണ്ട്. ഈ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ PCC അധ്യക്ഷന്മാർ അടക്കമുള്ളവർക്ക് ക്ഷണവും ഉണ്ടായിരുന്നു. അജയ് റായ് അടക്കമുള്ള രാജ്യത്തെ മറ്റു PCC അധ്യക്ഷന്മാരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം കെ സുധാകരൻ എന്താണെങ്കിലും പഴയ കോൺഗ്രസ് ആസ്ഥാനത്ത് നടക്കുന്ന ഈ ചടങ്ങിൽ ഈ മീറ്റിംഗിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല. പ്രധാനമായും അദ്ദേഹം എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഉത്തരം നേതൃത്വമോ അല്ലെങ്കിൽ കെ സുധാകരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ ഈ ഘട്ടത്തിൽ നൽകുന്നില്ലെങ്കിൽ പോലും സുധാകരൻ പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള. നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുന്നടക്കമുള്ള ചർച്ചകൾ സജീവമായി തന്നെ രംഗത്തുണ്ട്. ആ ചർച്ചകളിൽ അതൃപ്തി കൊണ്ട് സുധാകരൻ പങ്കെടുക്കാതിരിക്കുന്നതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും അന്തരീക്ഷത്തിൽ ഉണ്ട് എന്നും യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹം എന്താണെങ്കിലും ഈ യോഗത്തിലേക്ക് ഈ നിമിഷം വരെ എത്തിയിട്ടില്ല. ഏറെക്കുറെ യോഗം തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 1 മണിക്കൂർ പിന്നിടുമ്പോഴും കെ സുധാകരൻ എത്താത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്താണെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ, എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്ത കാര്യങ്ങൾ നമ്മൾ പ്രതികരണമായി തേടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇതുവരെ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ദില്ലിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ അദ്ദേഹം ഇപ്പോൾ ഉണ്ട്. ദേശീയ തലത്തിലെ പദവിയിൽ പരിഗണിക്കാനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കെ സുധാകരന്റെ പ്രതികരണം വരുമോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. താങ്ക് യു നോബിൾ ആൻഡ് റോഷിപാൽ.